നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി അതാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? വിപ്ലവങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചതെങ്കിൽ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറിയിൽ ആ ചാപ്റ്ററിലുള്ളത് ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, അതുപോലെ തന്നെ കോൾഡ് വാർ ഇവയൊക്കെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് പോവാം. ഫ്രം ക്യാപിറ്റലിസം ടു ഇമ്പീരിയലിസം, മുതലാളിത്തത്തിൽ നിന്നും സാമ്രാജ്യത്വത്തിലേക്ക്. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ മുതലാളിത്തം, ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വം. ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ് വി ഹാവ് ഡിസ്കസ്ഡ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ദാറ്റ് ബിഗാൻ ഇൻ ദ 18th സെഞ്ച്വറി. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അതിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ ആയിരുന്നു മധ്യകാലഘട്ടമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമുള്ള മോഡേൺ കാലഘട്ടം, അതിനുശേഷമാണ് ഏത് വരുന്നത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് ദാറ്റ് ബിഗാൻ ഇൻ ദ 18th സെഞ്ച്വറി. 18ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ്, 18ാം നൂറ്റാണ്ടിലാണ് എന്ത് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നത്. ഇറ്റ് ഗ്രാജുവലി സ്പ്രെഡ് ഫ്രം ഇംഗ്ലണ്ട് ടു അതർ കൺട്രീസ് ഓഫ് യൂറോപ്പ്. ആദ്യം നമുക്കറിയാം വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലായിരുന്നു. പിന്നീട് അത് ഇംഗ്ലണ്ടിൽ നിന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റഡ് ഇൻ ഫാക്ടറീസ് ആൻഡ് പ്രൊഡക്ഷൻ വാസ് ഇൻക്രീസ്ഡ്. എന്ത് ചെയ്യുന്നു? ക്യാപിറ്റലിസ്റ്റ് മുതലാളിമാർ, സ്വകാര്യ മുതലാളിമാർ എന്ത് ചെയ്യുന്നു? ഫാക്ടറികളിൽ വൻതോതിൽ അവരുടെ സമ്പത്ത് നിക്ഷേപിക്കുകയും അങ്ങനെ പ്രൊഡക്ഷൻ വർദ്ധിക്കുകയും അവരുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പഠിച്ചത്? ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പഠിച്ചത്. വ്യാവസായികവൽക്കരണം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ, അതായത് പ്രോഫിറ്റ് ലക്ഷ്യമാക്കിയുള്ള ഒരു കാലഘട്ടമായിരുന്നു. ദിസ് ഇൻക്രീസ്ഡ് ദെയർ പ്രോഫിറ്റ്. ഇത് എന്ത് ചെയ്യേണ്ടായി? അവരുടെ, അതായത് ഉൽപ്പാദനം, അവർ വൻതോതിൽ പണം നിക്ഷേപിച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും അവരുടെ വരുമാനം വർദ്ധിച്ചു. ഇൻക്രീസ് ദെയർ പ്രോഫിറ്റ്, ലാഭം വർദ്ധിക്കുകയും the economic system in which production and distribution are controlled by the capitalist with the aim to increase profit is known as capitalism. എന്താണ് ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തം എന്നാണ് അടുത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. എക്കണോമിക് സിസ്റ്റം, ഒരു സാമ്പത്തിക വ്യവസ്ഥ എന്താണ്? ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, സാധനങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ആർ കൺട്രോൾഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ്. ആരുടെ നിയന്ത്രണത്തിന് കീഴിൽ? വൻകിട മുതലാളിമാരുടെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കുന്ന. വിത്ത് ദ എയിം ടു ഇൻക്രീസ് പ്രോഫിറ്റ്, ലാഭം വർദ്ധിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു വ്യവസ്ഥിതിയാണ് ഏത്? മുതലാളിത്തം എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഇതൊരു ഈ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ എന്ത് ചെയ്യുക? ഉൽപ്പാദനവും വിതരണവും വർദ്ധിപ്പിക്കുക, സാധനങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും വർദ്ധിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി രൂപം കൊണ്ടൊരു സാമ്പത്തിക വ്യവസ്ഥിതിയായിരുന്നു. ആരുടെയായിരുന്നു ഈ ലക്ഷ്യം? മുതലാളിത്ത വ്യവസ്ഥിതി, അതായത് മുതലാളിമാരുടെ ഒരു ലക്ഷ്യമായിരുന്നു പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക, വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഈ വ്യവസ്ഥിതിയാണ് ഏതെന്നറിയപ്പെടുന്നത്? മുതലാളിത്തം അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്നറിയപ്പെടുന്നത്. ദ അഡ്വെൻറ്റ് ഓഫ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് എൻഹാൻസ്ഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്ത് ചെയ്യാണ്? ദ അഡ്വെൻറ്റ് ഓഫ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്, വലിയ വലിയ വ്യവസായശാലകളുടെ കടന്നുവരവോടുകൂടി എന്ത് മെച്ചപ്പെടുകയാണ്? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, മൂലധന നിക്ഷേപം വർദ്ധിക്കുകയുണ്ടായി. മെനി നാഷൻസ് പ്രൊഡ്യൂസ്ഡ് മോർ ദാൻ ദേ നീഡഡ് ആൻഡ് മോർ ദാൻ ദേ കുഡ് അക്കോമഡേറ്റ് ഇൻ ദെയർ ഡൊമസ്റ്റിക് മാർക്കറ്റ്സ്. ഓരോ രാജ്യങ്ങളും എന്ത് ചെയ്യുകയുണ്ടായി? അവരവരുടെ രാജ്യത്തിന് ആവശ്യമുള്ളതിൽ കൂടുതൽ, അവരവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലൊക്കെ കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ സ്വന്തം മാർക്കറ്റുകളിൽ വിറ്റഴിയുന്നതിലും അധികം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് അവർക്ക് മറ്റ് കമ്പോളങ്ങൾ തേടിപ്പോവാം. അവരുടെ ലാഭങ്ങൾ, അവരുടെ ആ കമ്പോളങ്ങൾ തേടിപ്പോക്ക് അവരുടെ വൻ ലാഭത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. ദ സെർച്ച് ഫോർ മാർക്കറ്റ്സ് ബൈ ദ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ഇൻ യൂറോപ്പ് ലെഡ് ടു കോമ്പറ്റീഷൻ എമോങ് ദം. ഇത് ഏതിലേക്ക് നയിക്കുകയാണ്? അങ്ങനെ അവരുടെ സ്വന്തം രാജ്യത്ത് ഉൾക്കൊള്ളാവുന്നതിലും അധികം അവർ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവർ മറ്റു മാർക്കറ്റുകൾ, മറ്റ് കമ്പോളങ്ങൾ കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. വ്യാവസായിക രാജ്യങ്ങൾ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും അതവരെ അവരെ തമ്മിൽ മത്സരത്തിനിടയാക്കുകയും വിപണികൾ കണ്ടെത്തുന്നതിനുള്ള മത്സരത്തിനിടയാക്കുകയും ചെയ്യുന്നു.
അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ എന്തോന്നാണ്, വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ചായിരുന്നു. ഇംഗ്ലണ്ടിലാണ് വ്യാവസായിക വിപ്ലവം ആദ്യമായി അരങ്ങേറുന്നത്. അത് കഴിഞ്ഞ് അത് എന്ത് ചെയ്യുകയാണ്, വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ വ്യാപിക്കുകയുണ്ടായി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്, മുതലാളിമാർ എന്ത് ചെയ്യുന്നു, വൻകിട ഫാക്ടറികളിൽ വൻതോതിൽ മൂലധന നിക്ഷേപം നടത്തുകയും സാധനങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ അവർ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അവരുടെ ഒറ്റ ലക്ഷ്യമെന്ന് പറയുന്നത് ലാഭം മാത്രമായിരുന്നു, മികച്ച ലാഭം ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു. അതിനുവേണ്ടി എന്ത് ചെയ്യുക, സാധനങ്ങൾ ധാരാളമായി നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടി അവർ എന്ത് ചെയ്യുന്നു, ലാഭം ലക്ഷ്യമാക്കിയുള്ള ഒരൊറ്റ സാമ്പത്തിക വ്യവസ്ഥിതിയിലേക്ക് പോകുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മുതലാളിത്തം അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അങ്ങനെ വൻകിട വ്യവസായശാലകളുടെ വരവോടുകൂടി എന്ത് ചെയ്യുകയാണ്, അവരുടെ മൂലധന നിക്ഷേപവും വൻതോതിൽ വർദ്ധിക്കുന്നു. ഒരുപാട് രാജ്യങ്ങൾ അവർക്ക് ആവശ്യമുള്ളതിലും അധികം സാധനങ്ങൾ തങ്ങളുടെ രാജ്യത്ത് നിർമ്മിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അത് വിറ്റഴിക്കുന്നതിന് സ്വാഭാവികമായി സ്വന്തം രാജ്യത്തെ കമ്പോളങ്ങളിലെ ആവശ്യം കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു, മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി വിപണികൾ കണ്ടെത്തേണ്ട അവസ്ഥ എത്തുന്നു. ഇത് അവരെ എന്തിലേക്ക് നയിക്കുകയാണ്, രാജ്യങ്ങൾ തമ്മിലുള്ളൊരു മത്സരത്തിലേക്ക്, ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ്, വ്യാവസായിക രാജ്യങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷനിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്, കോളനിവൽക്കരണം എന്നാണ്, കോളനൈസേഷൻ. The Europeans led already established trade relation with Asian, African and Latin American nations. നമുക്കറിയാം, നേരത്തെ തന്നെ യൂറോപ്യൻസിന് ആരുമായിട്ട് അവർ നേരത്തെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു, തുടങ്ങി വെച്ചിരുന്നു എന്തോന്നാണ്, ട്രേഡ്, അവരുടെ വ്യാപാരം. ആരൊക്കെ ആയിട്ടാണ്, ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കൻ നാഷൻസ്. ഇവയുമായെല്ലാം യൂറോപ്പിന് നേരത്തെ തന്നെ എന്തുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചു, കച്ചവട ബന്ധമുണ്ടായിരുന്നു. യൂസിങ് പൊളിറ്റിക്കൽ പവർ ആൻഡ് മിലിറ്ററി ഫോഴ്സസ് ദ യൂറോപ്യൻ കൺട്രീസ് എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റഡ് ദീസ് നാഷൻസ്. അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ പൊളിറ്റിക്കൽ പവർ, രാഷ്ട്രീയാധികാരവും അതുപോലെ തന്നെ അവരുടെ സൈനിക ശക്തി, അവരുടെ സൈനികപരമായ കഴിവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ഉണ്ടായത്, എക്സ്പ്ലോയിറ്റഡ് ദീസ് നാഷൻസ്. ഏത് രാജ്യങ്ങളെ, ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും അതുപോലെ ആഫ്രിക്കയിലും ഉണ്ടായിരുന്ന രാജ്യങ്ങളെയെല്ലാം സാമ്പത്തികമായി ഇവർ ചൂഷണം ചെയ്യുകയുണ്ടായി. ലേറ്റർ ദേ ബിക്കെയിം ദ കോളനീസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്. അങ്ങനെ പിൽക്കാലത്ത് ഇവരെല്ലാവരും, അതായത് ഏഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ യൂറോപ്യൻ കൺട്രീസിൻ്റെ കോളനികളായി മാറുന്ന അവസ്ഥയുണ്ടായി. ദിസ് പ്രോസസ് ഈസ് കാൾഡ് കോളനൈസേഷൻ. ഈ പ്രക്രിയയ്ക്കാണ് എന്തെന്ന് പറയുന്നത്, കോളനിവൽക്കരണം. അപ്പോൾ എന്താണ് കോളനൈസേഷൻ എന്നൊന്നുകൂടി നോക്കാം. യൂറോപ്യന്മാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ ഏഷ്യയും ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഇവയുമായിട്ട് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി യൂറോപ്പിന് നേരത്തെ തന്നെ ഒരു കച്ചവട ബന്ധം യൂറോപ്പിനുണ്ടായിരുന്നു. അവരുടെ രാഷ്ട്രീയപരമായ അധികാരങ്ങളും സൈനിക ശക്തിയൊക്കെ ഉപയോഗിച്ച് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്യേണ്ടായി, ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കയിലും ഒക്കെ ഉള്ള രാജ്യങ്ങളെ ചൂഷണം ചെയ്യുകയുണ്ടായി. ഈ ചൂഷണങ്ങൾ പിന്നീട് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്യുകയുണ്ടായി, ഈ രാജ്യങ്ങളെ അവരുടെ കോളനികളാക്കി മാറ്റുകയുണ്ടായി. അതായത് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങളെ യൂറോപ്യൻ കൺട്രീസ് അവരുടെ കോളനികളാക്കി മാറ്റി. ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് കോളനൈസേഷൻ അല്ലെങ്കിൽ കോളനിവൽക്കരണം. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ, ട്രേഡ് യൂണിയൻസ് വെയർ ഫോംഡ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അതായത് ഈ വൻകിട മുതലാളിമാർ ഇങ്ങനെ ചൂഷണം തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ സ്വാഭാവികമായും എന്തുണ്ടാകുന്നു, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിച്ചതുപോലെ തന്നെയാണ്, ട്രേഡ് യൂണിയനുകൾ അവ ഫോം ചെയ്യുകയാണ്. ട്രേഡ് യൂണിയൻസ് വെയർ ഫോംഡ് ടു പ്രൊട്ടസ്റ്റ്, എന്തിനു വേണ്ടിയിട്ടാണ്, അതിനെ എഗെയിൻസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, മുതലാളിമാരുടെ ചൂഷണത്തെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ട്രേഡ് യൂണിയനുകൾ ഫോം ചെയ്യുന്നു. കോൺസ്റ്റന്റ് അജിറ്റേഷൻ of trade unions and the resultant increase in their wages diminished the profit of the capitalist. എന്താണ് സംഭവിക്കുന്നത്, കോൺസ്റ്റന്റ് അജിറ്റേഷൻ, തുടർച്ചയായുള്ള പ്രക്ഷോഭങ്ങളുടെ ഫലമായി, ട്രേഡ് യൂണിയൻസിൻ്റെ തുടർച്ചയായ പ്രക്ഷോഭങ്ങളുടെ ഫലമായിട്ട് എന്ത് ചെയ്യുകയാണ്, അവരുടെ ഇൻക്രീസ് ഇൻ ദെയർ വേജസ്, അവരുടെ ശമ്പളം എന്ത് ചെയ്യുന്നു, അവരുടെ ശമ്പളത്തിൽ വർധന ഉണ്ടാക്കുന്നു. ഡിമിനിഷ്ഡ്, ഇത് എന്ത് ചെയ്യുണ്ടായി, ഡിമിനിഷ് ചെയ്തു, കുറവുണ്ടാക്കി. പ്രോഫിറ്റ് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ്, മുതലാളിമാരുടെ ലാഭത്തിൽ അത് കുറവുണ്ടാക്കുകയും ചെയ്യുന്നു. European countries had considered the colonies as the source of raw materials and the market for their industrial products. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ എന്താണ് ചെയ്യുന്നത്, കോളനികളെ വെറുമൊരു അസംസ്കൃത വസ്തുക്കൾ കളക്ട് ചെയ്യുന്നതിനുള്ള അതിനുവേണ്ടി മാത്രമാണ് കണക്കാക്കിയിരുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് ഫോർ ദെയർ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്, അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള കമ്പോളങ്ങളായും അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിനുള്ള സ്ഥലമായിട്ടും മാത്രമേ യൂറോപ്യൻ രാജ്യങ്ങൾ ആരെ
ആരെ കണക്കാക്കിയിരുന്നുള്ളൂ? ഈ ഏഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയൊക്കെ രാജ്യങ്ങളിലെ കോളനികളെ കണക്കാക്കിയിരുന്നത്. ലേറ്റർ ഓൺ കൊളോണിയൽ മാസ്റ്റേഴ്സ് സ്റ്റാർട്ടഡ് ടു ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ദ കോളനീസ്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഈ കൊളോണിയൽ മാസ്റ്റേഴ്സ്, ഈ കോളനികൾ നടത്തി ഈ മുതലാളിത്ത വ്യവസ്ഥയിലുള്ള മുതലാളിമാർ എന്ത് ചെയ്യുകയാണ്? ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ കോളനീസ്, അതായത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്, പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ മുഴുവൻ സമ്പത്തും കോളനികളുടെ മേലുള്ള അധികാരം ഉപയോഗിച്ച് അവർ ഉൽപ്പാദനത്തിനായിട്ട് എടുക്കുകയാണ്. അതായത് വൻ രീതിയിൽ മൂലധന നിക്ഷേപം നടത്തുകയുണ്ടായി. അപ്പോൾ ഇനി ബാക്കി, അതായത് അവരുടെ പണം ഉപയോഗിച്ച് അവിടെ കച്ചവടങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അതിനവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇത്രയും ഒന്നുകൂടി പറയാം. ഈ കോളനിവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുകയുണ്ടായി? കോളനിവൽക്കരണത്തിൻ്റെ ഫലമായി വൻകിട മുതലാളിമാർ ആരെയാണ്? ഈ കോളനികളിലെ ജനതയെ വലിയ രീതിയിൽ എന്ത് ചെയ്യുകയുണ്ടായി? ചൂഷണം ചെയ്തപ്പോൾ അതിൻ്റെ ഫലമായി ട്രേഡ് യൂണിയനുകൾ ഫോം ചെയ്യുകയുണ്ടായി. ട്രേഡ് യൂണിയനുകളുടെ നിരന്തരമായ പ്രക്ഷോഭത്തെ തുടർന്ന് എന്ത് ചെയ്യുകയാണ്? തൊഴിലാളികൾക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നു. അതിൻ്റെ ഫലമായി മുതലാളിമാർക്ക് സ്വാഭാവികമായും അവരുടെ പ്രോഫിറ്റിൽ കുറവുണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഓരോ യൂറോപ്യൻ രാജ്യവും ആരെ കണക്കാക്കിയിരുന്നത്? കോളനികളെ കണക്കാക്കിയിരുന്നത് അവരുടെ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ കളക്ട് ചെയ്യുന്നതിനുള്ള വെറുമൊരു കമ്പോളമായിട്ട്, അതുപോലെ അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനുമുള്ള കമ്പോളങ്ങളുമായാണ് കണ്ടിരുന്നത്. ഇത് കോളനിക്കാരിൽ വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കി. അങ്ങനെ പിന്നീട് എന്ത് ചെയ്യുകയുണ്ടായി? ഈ കുത്തക മുതലാളിമാർ അവരുടെ പക്കലുള്ള കാശ് മുഴുവനും ഈ കോളനികളുടെ മേലുള്ള പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് അവരുടെ മൂലധന നിക്ഷേപം നടത്തി. ഇതിലൂടെ, അതായത് അവരുടെ പണം ഉപയോഗിച്ച് കച്ചവടം നടത്തി പരമാവധി പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതായിരുന്നു ആരുടെ ലക്ഷ്യം? ഈ കോളനൈസേഷനിലെ ഈ കോളനി മുതലാളിമാരുടെ ലക്ഷ്യം, ക്യാപിറ്റലിസ്റ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ് ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഡ്യൂസ്ഡ് ദം ടു ഡു സോ? അവരെ അതിലേക്ക് പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയായിരുന്നു ഈ മുതലാളിമാരെ ഇതിലേക്ക് പ്രേരിപ്പിച്ച ഘടകങ്ങൾ? നെക്സ്റ്റ്, ചീപ്പ് ലേബർ, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ലോ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ്. ചീപ്പ് ലേബർ, കുറഞ്ഞ വേതനം, അതായത് തൊഴിലാളികൾക്ക് കുറഞ്ഞ രീതിയിലുള്ള കൂലി കൊടുത്താൽ മതിയായിരുന്നു. അതായിരുന്നു മുതലാളിമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ, ഫാക്ടേഴ്സിൽ ഒന്നെന്ന് പറയുന്നത് ചീപ്പ് ലേബർ ആയിരുന്നു. ഏറ്റവും കുറഞ്ഞ വേതനം, കൂലി വളരെ കുറച്ച് കൊടുത്താൽ മതിയായിരുന്നു തൊഴിലാളികൾക്ക്. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, അതായത് അസംസ്കൃത വസ്തുക്കൾ ധാരാളം ഉണ്ടായിരുന്ന പ്രദേശങ്ങളായിരുന്നു, അതിൻ്റെ ലഭ്യതയും ഈ കുത്തക മുതലാളിമാരെ അങ്ങോട്ടേക്ക് ആകർഷിച്ചു. ലോ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ്. എന്ത് ചെയ്യുക? കോളനികളിൽ തന്നെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അവിടെ തന്നെ വിറ്റഴിക്കുമ്പോൾ ഉള്ള അവർക്ക് ഉണ്ടാകുന്ന ചെലവ് കുറവ്, അതായത് കോളനിക്കാരെ കൊണ്ട് ഈ അസംസ്കൃത വസ്തുക്കളെല്ലാം നൽകി അവരെ കൊണ്ട് കോളനികളിൽ തന്നെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ആ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അവിടെ തന്നെ കോളനിക്കാരിൽ, ആ ജനതയിൽ തന്നെ വിറ്റഴിച്ച് അവരിൽ നിന്നും വൻ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളായിരുന്നു വൻകിട മുതലാളിമാരെ ഇങ്ങനെ ഈ കോളനികളിലേക്ക് വൻ രീതിയിൽ മൂലധന നിക്ഷേപം നടത്താനായിട്ട് പ്രേരിപ്പിച്ചത്. ചീപ്പ് ലേബർ, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ലോ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ്. ഇനി അടുത്ത ഭാഗം നമ്മൾ നോക്കുന്ന സാമ്രാജ്യത്വം എന്താണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇമ്പീരിയലിസം എന്താണെന്ന്. ദ ഡിസ്റ്റിങ്റ്റീവ് ഫേസ് ഓഫ് ഫ്ലോ of finance capital to colonies and known as imperialism. The distinctive phase of flow, പ്രത്യേകമായ ഒരു ഒഴുക്ക്, അതായത് ഒരു പ്രത്യേകമായ ഘട്ടത്തിലുള്ള ഒരു ഒഴുക്ക്, എന്തിൻ്റെ? മൂലധനത്തിൻ്റെ ഒഴുക്ക്. ഫിനാൻസ് ക്യാപിറ്റൽ ടു കോളനീസ്, കോളനികളിലേക്കുള്ള ഈസ് നോൺ ആസ് ഇമ്പീരിയലിസം. അതായത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മൂലധന കയറ്റുമതി, പ്രത്യേകമായ കോളനികളിലേക്കുള്ള ഒരു പണത്തിൻ്റെ ഒഴുക്കിനെയാണ് നമ്മൾ സാമ്രാജ്യത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വം എന്താണെന്ന് പറഞ്ഞാൽ, ഇമ്പോസിങ് എ നാഷൻസ് പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡൊമിനൻസ് ഓൺ അതർ നാഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ ഫീച്ചർ ഓഫ് ഇമ്പീരിയലിസം. അപ്പോൾ ഇമ്പീരിയലിസത്തിൻ്റെ അടിസ്ഥാനപരമായ സവിശേഷത എന്ന് പറയുന്നത്, ഒരു രാജ്യം അതിൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികപരവുമായ അധിനിവേശം അല്ലെങ്കിൽ ആധിപത്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ സ്ഥാപിക്കുന്നതിനെയാണ് സാമ്രാജ്യത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സവിശേഷത എന്ന് പറയുന്നത് അതായിരുന്നു. അപ്പോൾ എന്താണ്?
ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ ഇമ്പോസിങ് എ നാഷൻസ് പൊളിറ്റിക്കൽ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡൊമിനൻസ്. ഒരു രാജ്യം അതിൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയപരവും അതുപോലെ സാംസ്കാരികപരവുമായ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ എന്ത് ചെയ്യാണ്, ആധിപത്യം സ്ഥാപിക്കുന്നത്. അവരുടെ ഈ കഴിവുകൾ ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനെയാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. സാമ്രാജ്യത്വത്തിൻ്റെ അടിസ്ഥാന സവിശേഷതയാണ് ഈ പറഞ്ഞത്. കൊളോണിയലിസ്റ്റ് ഇമ്പോസ് their dominance using legal system, administrative measures, military forces etc. അപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു കൊളോണിയലിസ്റ്റ് ഈ കോളനി ശക്തികൾ ഇമ്പോസ് ചെയ്ത് ചുമത്തി their dominance അവരുടെ ആധിപത്യം യൂസിങ് എന്തൊക്കെ ഉപയോഗിച്ചാണ്, ലീഗൽ സിസ്റ്റം അവരുടെ നിയമവ്യവസ്ഥയും, അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് അവരുടെ ഭരണ സംവിധാനങ്ങളും, മിലിറ്ററി ഫോഴ്സ് അവരുടെ സൈനിക ശക്തിയും എല്ലാം ഉപയോഗിച്ചാണ് ഈ കുത്തക മുതലാളിമാർ എന്ത് ചെയ്ത് യൂറോപ്യൻ നാഷൻസ് കോളനികളുടെ മേൽ അവരുടെ ആധിപത്യം ഡൊമിനൻസ് ഇമ്പോസ് ചെയ്തത്. അപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മൂലധനത്തിൻ്റെ പ്രത്യേകമായ ഒഴുക്ക്, കോളനികളുടെ മേൽ ഉണ്ടായ പ്രത്യേകമായ ഒഴുക്കിനെയാണ് സാമ്രാജ്യത്വം എന്ന് നമ്മൾ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ഒരു രാജ്യം അതിൻ്റെ രാഷ്ട്രീയപരവും സാമ്പത്തികവും സാംസ്കാരികപരവുമായ അതിൻ്റെ ആധിപത്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ പ്രയോഗിക്കുന്നതാണ് ഏതിൻ്റെ അടിസ്ഥാന സവിശേഷത, സാമ്രാജ്യത്വത്തിൻ്റെ അടിസ്ഥാന സവിശേഷത എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്ത് ചെയ്യേണ്ട, കൊളോണിയലിസ്റ്റ് അവർ കോളനി ശക്തികൾ അവരുടെ ആധിപത്യം ഏതെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരുടെ മേൽ ചുമത്തിയതെന്ന് ചോദിച്ചാൽ, അവരുടെ കയ്യിലുണ്ടായിരുന്ന നിയമവ്യവസ്ഥ, അതുപോലെ ഭരണ സംവിധാനം, മിലിറ്ററി ഫോഴ്സ് ഇതെല്ലാം ഉപയോഗിച്ചാണ് കോളനി ശക്തികൾ എന്ത് ചെയ്തത്, ആധിപത്യം കോളനികളുടെ മേൽ ചുമത്തിയത്. ഹൗ ഡിഡ് ഇമ്പീരിയലിസം അഫക്ട് ദ കോളനീസ്? എങ്ങനെയാണ് ഈ സാമ്രാജ്യത്വം അവിടെയുള്ള കോളനിക്കാരെ ബാധിച്ചത് എന്ന് നമുക്ക് നോക്കാം. ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം ഓഫ് ദ കോളനീസ് വാസ് ഡെസ്ട്രോയിഡ്. അവരുടെ ഒന്നാമത്തെ ബാധിച്ചത് എന്ന് പറഞ്ഞാൽ അവരുടെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കോളനിക്കാരുടെ പരമ്പരാഗതമായ സാമ്പത്തിക വ്യവസ്ഥയെ തകർത്തു. അവരുടെ പരമ്പരാഗതമായ, അതായത് കുടിൽ വ്യവസായങ്ങൾ, ഓരോ രാജ്യത്തിനുണ്ടായിരുന്ന പരമ്പരാഗതമായ വ്യവസ്ഥിതികൾ, കുടിൽ വ്യവസായം പോലെയുള്ള ഇതിനെയൊക്കെ എന്ത് ചെയ്തു, ഈ സാമ്രാജ്യത്വത്തിൻ്റെ ഫലമായി അതെല്ലാം തകർന്നു പോയി. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം വെയർ റീപ്ലേസ്ഡ്. എന്ത് ചെയ്യുകയാണ്, ഭരണരംഗത്തും അതുപോലെ നീതിന്യായ രംഗത്തും അവരുടെ ഉണ്ടായിരുന്ന ഈ വ്യവസ്ഥകളെല്ലാം മാറ്റിമറിക്കപ്പെട്ടു. യൂറോപ്യൻ രീതിയിലേക്ക് ആ വ്യവസ്ഥകൾ മാറ്റിമറിക്കപ്പെട്ടു. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം, ഭരണവും നിയമപരവുമായ വ്യവസ്ഥകളിലെല്ലാം മാറ്റിമറിക്കപ്പെട്ടു. People in colonies were forced to cultivate cash crops in lieu ഓഫ് ട്രഡീഷണൽ ഫുഡ് ക്രോപ്സ്. എന്താണ് ട്രഡീഷണൽ ഫുഡ് ക്രോപ്സിന് പകരം, പരമ്പരാഗതമായ അവർ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഭക്ഷ്യവിളകൾക്ക് പകരം എന്ത് ചെയ്യേണ്ടി വന്നു, പീപ്പിൾ ഇൻ കോളനീസ്, കോളനിക്കാരായ ജനത നിർബന്ധിതരായി, ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് കൃഷി ചെയ്യാൻ, ക്യാഷ് ക്രോപ്സ് നാണ്യവിളകൾ കൃഷി ചെയ്യാൻ അവർ നിർബന്ധിതരാകുന്നു. അവർ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്ന ഭക്ഷ്യവിളകൾ ഉപേക്ഷിച്ച് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യണമെന്ന് ഈ സാമ്രാജ്യത്വത്തിൻ്റെ ഫലമായിട്ട് ആര് പറയുകയുണ്ടായി, വൻകിട മുതലാളിമാർ പറയുകയുണ്ടായി. പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ്ഡ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. നാച്ചുറൽ റിസോഴ്സസ് വെയർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്. വ്യാപകമായി അവരുടെ പ്രകൃതിദത്തമായ ഉറവിടങ്ങളെല്ലാം എന്ത് ചെയ്യപ്പെട്ടു, കൊള്ളയടിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇൻഡിജിനിയസ് ആർട്സ്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വെയർ ഡെസ്ട്രോയിഡ്. തദ്ദേശീയമായ ഇൻഡിജിനിയസ് ആർട്സ് എന്ന് പറഞ്ഞാൽ അവരുടെ തദ്ദേശീയമായ കലകൾ, ലിറ്ററേച്ചർ സാഹിത്യം, ലാംഗ്വേജ് ഭാഷ, കൾച്ചർ സംസ്കാരം ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായം വേർ ഡെസ്ട്രോയിഡ്, എല്ലാം നശിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാമ്രാജ്യത്വം എന്ത് ചെയ്യുന്നത്, കോളനിക്കാരെ ബാധിക്കുന്നത്. എങ്ങനെയൊക്കെയായിരുന്നു, 6 പോയിന്റ്സ് ആണ്. ഒന്നുകൂടെ പറയാം. കോളനിക്കാരുടെ പരമ്പരാഗതമായ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ സാമ്രാജ്യത്വം എന്ത് ചെയ്തു, തകർത്തു. അതായത് കുടിൽ വ്യവസായം പോലെയുള്ള അവരുടെ പരമ്പരാഗതമായ വ്യവസായങ്ങൾ തകർന്നുപോയി. രണ്ടാമത്തേത് എന്ത് ചെയ്തു, യൂറോപ്യൻ രീതിയിലേക്ക് അവരുടെ ഭരണ കാര്യങ്ങളും നീതിന്യായ വ്യവസ്ഥയും ഒക്കെ മാറ്റിമറിക്കപ്പെട്ടു. മൂന്നാമത്തേതെന്ന് പറയുന്നത് എന്തോന്നാണ്, പരമ്പരാഗതമായ ഭക്ഷ്യവിളകൾ അവർ കൃഷി ചെയ്തിരുന്നു, അതിന് പകരം എന്തിനവർ നിർബന്ധിതരായി, നാണ്യവിളകൾ കൃഷി ചെയ്യുന്നതിന് നിർബന്ധിതരാകുന്നു. നാലാമത്തേതെന്ന് പറയുന്നത് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വൻതോതിൽ വർദ്ധിക്കുന്നു. അഞ്ചാമത്തേത് അവരുടെ നാച്ചുറൽ റിസോഴ്സസ് വൻതോതിൽ കൊള്ളയടിക്കപ്പെടുന്നു. അടുത്ത് 6 ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ തദ്ദേശീയ കല, സാഹിത്യം, ഭാഷ, അതുപോലെ സംസ്കാരം, വിദ്യാഭ്യാസ സമ്പ്രദായം ഇതെല്ലാം വ്യാപകമായി എന്ത് ചെയ്യപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ
കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള മത്സരങ്ങളിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ പോകുന്നത്. കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് എമോങ് ദ ഇമ്പീരിയലിസ്റ്റ് നാഷൻസ് ഫോർ കോളനീസ് ആൻഡ് മാർക്കറ്റ്സ് ലെഡ് ടു ദ ഔട്ട് ബ്രേക്ക് ഓഫ് വാർസ്. അപ്പോൾ എന്തിലേക്ക് നയിക്കുകയാണ്? പുതിയ പുതിയ കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള ഈ മത്സരങ്ങളും സംഘടനകളും എന്തിലേക്ക് നയിക്കുകയാണ്? ലോകത്തെ മുഴുവൻ തന്നെ ഒരു യുദ്ധത്തിലേക്ക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അടുത്ത് എന്തുണ്ടാകുന്നത്? ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാകുന്നത്. ഇതെല്ലാമാണ് ഒരു മഹായുദ്ധത്തിലേക്ക് ലോകരാജ്യങ്ങളെ തന്നെ നയിക്കുന്നത്. ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ച് നമുക്ക് രണ്ടാമത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്